ആലപ്പുഴ ആസ്ഥാനമാക്കി ശ്രദ്ധേയമായ ആത്മീയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ജോസഫ് അച്ഛനെ പറ്റി i2 എന്ന് പറയുന്ന സാമൂഹ്യ മാധ്യമ ചാനൽ, യൂട്യൂബ് ചാനൽ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ i2i ചാനൽ ജോസഫ് അച്ഛൻ്റെ വേദശാസ്ത്രപരമായ അടിസ്ഥാനത്തെപ്പറ്റി വേണ്ടതുപോലെ ബോധ്യമില്ലാതെയാണ് സംസാരിക്കുന്നത്. ഈയിടെയായി i2i പ്രസാരണം ചെയ്ത ഒരു യൂട്യൂബ് വീഡിയോയിൽ ഇടുക്കിയിൽ നിന്ന് ഒരു യുവാവിൻ്റെ അനുഭവം അദ്ദേഹം വെളിപ്പെടുത്തുന്നത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്ത വീഡിയോയിൽ ഈ ഒരു ആത്മീയ പ്രസ്ഥാനം കണ്ടുപിടിക്കുന്നതിന് മുൻപ് ജോസഫ് അച്ഛൻ ഒരു ചവിട്ട് നാടകക്കാരനായിരുന്നു, ഒരു ചവിട്ട് നാടക വിദഗ്ധനായിരുന്നു എന്നത് ജോസഫ് അച്ഛനെ ഏതാണ്ട് കളിയാക്കുന്ന വിധത്തിൽ അവതരിപ്പിച്ചത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്നാൽ എന്തുകൊണ്ടാണ് ജോസഫ് അച്ഛൻ ആദ്യകാലത്ത് ചവിട്ട് നാടകക്കാരനായത് എന്നതിനെപ്പറ്റി ഒരന്വേഷണവും i2i നടത്തിയതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞാനത് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ ജോസഫ് അച്ഛന് വിളിയുണ്ടായി, ദൈവവിളി ഉണ്ടായെന്ന് അദ്ദേഹം പറയുന്നു. അത് വേറെ ഏതോ വിളിയായിരുന്നെന്ന് കട്ടായം പറയുന്നവരുമുണ്ട്. എനിക്ക് ആ ഒരു വിവാദത്തിൽ പെടാൻ താല്പര്യം. അദ്ദേഹത്തിന് വിളി വന്നു. അപ്പോൾ വിളി വന്നപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത ഒരു വാഗ്ദാനം, നീ പാമ്പിൻ്റെ മേൽ ചവിട്ടും, ചവിട്ടി മെതിക്കും, പാമ്പിന്മേലും തേളിന്മേലും നീ ചവിട്ടും, അത് തന്നെ കടിക്കുകയില്ല. അപ്പോൾ ഇത് ശരിയാണോ അല്ലയോ ഒന്ന് പരിശോധിച്ച് നോക്കാനായിട്ട് ഇദ്ദേഹം ഒരു പാമ്പിനെ സംഘടിപ്പിച്ചു. പാമ്പിനെ അവിടെ വെച്ചു. ചവിട്ട് നോക്കാൻ ഒരു വിധത്തിലും പറ്റുന്നില്ല. പാമ്പുണ്ട്, വാഗ്ദത്വമുണ്ട്, ദൈവികമായ ഒരു ഗ്യാരണ്ടി, മോഡിയുടെ ഗ്യാരണ്ടി പോലല്ല, ഒരു ഗ്യാരണ്ടി ഉണ്ട്. നീ പാമ്പിനെയും തേളിനെയും ചവിട്ടും, എന്നാൽ അത് നിന്നെ കടിക്കയില്ല. ഇതെങ്ങനെയാണ് അറിയുന്നത്? ഇപ്പൊ പാമ്പാണ് അവിടെ ഇരുന്ന് ബോറടിക്കുകയാണ്. എപ്പോഴാണ് ഇദ്ദേഹം ചവിട്ടുന്നത്? ഈ പരിശുദ്ധമായ കാലുകൊണ്ട് ഒരു ചവിട്ട് കിട്ടിയാൽ ആ പാമ്പിന് ഒരു പക്ഷേ രൂപാന്തരം സംഭവിച്ച്, പണ്ടത്തെയൊക്കെ കൊച്ചു പിള്ളേരുടെ കഥകളിൽ പറയുന്ന പോലെ ജോസഫ് അച്ഛൻ്റെ ചവിട്ട് കൊണ്ടാൽ ഈ പാമ്പ് ഒരു സുന്ദരിയായ പെൺകുട്ടിയായ ചിലപ്പോൾ എഴുന്നേറ്റ് വന്നു. അങ്ങനെയുള്ള സാധ്യതകൾ സാഹിത്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ചവിട്ടാനായിട്ടൊരു ധൈര്യം വേണ്ടേ? അത് എത്ര നോക്കിയിട്ട് ഇദ്ദേഹത്തിന് കിട്ടുന്നില്ല. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന ചില ആളുകൾ പറഞ്ഞു, ഇതിന് ഒരു പോംവഴിയുണ്ട്. അപ്പോൾ അച്ഛൻ ചോദിച്ചത് എന്താണ്? അത് തനിക്കെന്നല്ല പറഞ്ഞ, അങ്ങയ്ക്ക്, ദേവദാസന്മാരെ തനിക്കെന്ന് പറഞ്ഞാൽ അപ്പം പേരെ പറയും, അങ്ങയ്ക്ക് ചവിട്ടാനുള്ള പരിശീലനം ഇല്ലാഞ്ഞിട്ട്. അപ്പോൾ ആ ചവിട്ടാനുള്ള പരിശീലനം എങ്ങനെയാണ് പ്രാപിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് അല്പം വയസ്സുള്ള, അല്പം പല്ലൊക്കെ കൊഴിഞ്ഞ ഒരു മനുഷ്യനാണ് പറഞ്ഞു കൊടുത്തത്, ചവിട്ട് നാടകത്തിൽ പോയാൽ ചവിട്ടാൻ പഠിപ്പിക്കും. അപ്പോൾ അവിടെ ആ ഒരു പരിശീലനം കഴിഞ്ഞാൽ ഏത് പാമ്പിനെയും തേളിനെയും ചവിട്ടാം എന്ന ഉപദേശം ലഭിച്ചത് കൊണ്ടാണ് ഇദ്ദേഹം ചവിട്ട് നാടകത്തിൽ പോയത്. എന്നാൽ ഈ ജോസഫ് അച്ഛൻ്റെ ഒരു ഗുണം, ഏത് രംഗത്ത് പോയാലും അവിടെ പുള്ളി വിലസും, ഷൈൻ ചെയ്യും. അപ്പം അങ്ങനെ അവിടെ പോയി നന്നേ ചവിട്ട് നാടകം പഠിച്ച് അതിനുശേഷം വന്ന് പാമ്പിനെയും തേളിനെയും ചവിട്ട് നോക്കാൻ നോക്കിയപ്പോൾ പണ്ട് വാങ്ങിച്ച പാമ്പും ഇപ്പുറത്തെ കൊട്ടയിരുന്ന തേള് വന്ന് എൻ്റെ വഴിക്ക് പോയി. അപ്പൊ പിന്നെ പാമ്പിനെയും തേളിനെയും ചവിട്ടണ്ട, അത്ഭുത രോഗശാന്തി നടത്താം, അതിന് ഒരു കൂട്ടാളി വേണം എന്ന് അദ്ദേഹം ചിന്തിച്ചൊക്കെ ഇരുന്നപ്പോഴാണ് ഒരാൾ പറഞ്ഞു കൊടുത്തത്, മാതാവിനെ പിടിച്ചാൽ മതി. മാതാവിനെ ആണെങ്കിൽ ഇപ്പം നമുക്ക് അമ്മമാരെ നമുക്കറിയാം, നമ്മുടെ ഹിതമനുസരിച്ച് നമ്മൾ പറയുന്നിടത്തിരുന്നോളൂ, നമ്മൾ പറയുന്ന പോലൊക്കെ ചെയ്തു തരും. അതുകൊണ്ട് യേശുവിനെ പിടിച്ചാൽ കുഴപ്പമാണ്, കാരണം യേശു പണ്ട് ചാട്ടവാർ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണം. പാവം മാതാവ് പറയുന്നിടത്ത് അതുപോലെ ഇരുന്നോളും. അപ്പം അങ്ങനെയാണ് ഇദ്ദേഹം മാതാവിനെ പിടിച്ച് വളരെ ബുദ്ധിയോടുകൂടെ മാതാവിനെ കൊണ്ട് മര്യാദ പഠിപ്പിച്ച് ഈ കൃപാസനത്തിൽ എത്തിയിരിക്കുന്നത്. അത് സംബന്ധമായ വിവാദങ്ങൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ അലട്ടുന്നത് എന്ന്
ഒരു മാധ്യമ സുഹൃത്ത് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ മറുപടി നിങ്ങൾക്ക് കേൾപ്പിക്കാൻ മാത്രമേ എനിക്ക് കഴിയുള്ളൂ. അദ്ദേഹം പറയുന്നത് അതിനെപ്പറ്റി ബേസിക്കായിട്ട് ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് സത്യം. ബേസിക്കായിട്ട് ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് സത്യം. മനുഷ്യ മനസ്സുകളിൽ അപ്പോൾ ബേസിക്കായിട്ട് ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് സത്യം. ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് പറയാൻ അച്ഛൻ എന്തിനാണ് ഇത്ര എളിഭ്യത വൈക്ലഭ്യം കാണിക്കുന്നത്? ജോസഫ് അച്ഛൻ ഇത്രമാത്രം വൈക്ലഭ്യം എന്താണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്രയും അഭിമാനത്തോടുകൂടി നെഞ്ചത്തടിച്ച് പറയേണ്ടതാണ്. 56 ഇഞ്ച് നെഞ്ചു വിരിച്ച് ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് പറയേണ്ടതിന് പകരം ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് പറയേണ്ട അത്. പക്ഷെ അദ്ദേഹത്തിന് അറിയാം എനിക്ക് അതിനെപ്പറ്റി ഓരോന്ന്. ഇനിയും അദ്ദേഹത്തെ പറ്റി പിന്നെ ഇപ്പോൾ വരുന്ന അപഖ്യാതികളിൽ ഒന്നാണ് കൃപാസനത്തിൽ ചെന്നാൽ അവിടെ നിന്ന് ഉപ്പ് വാങ്ങിപ്പിക്കുക. ഉപ്പ്. അപ്പോൾ ഈ ഉപ്പ് വാങ്ങിച്ചാൽ അത് എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത് എന്നതിനെപ്പറ്റി ഒരു അനുഭവ സാക്ഷ്യമുള്ളത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. കൃപാസന മാതാവിന് 1000 നന്ദിയോടുകൂടെയാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. എക്സാമിന് 2-3 ദിവസം മുമ്പാണ് ഞങ്ങളുടെ ഡ്യൂട്ടി വരെ അവസാനിപ്പിച്ചത്. അത്രയും ദിവസം ഞങ്ങൾക്ക് ഡ്യൂട്ടികൾ ഉണ്ടായിരുന്നു. അപ്പൊ പഠിക്കാൻ ഞങ്ങൾക്ക് തീരെ സമയം കിട്ടിയില്ല. അവസാനം ഞങ്ങൾക്ക് മനസ്സിലായി മാതാവ് ഒരാൾ മാത്രമേ ഇനി സഹായിക്കാനായിട്ടുള്ളൂ എന്ന്. തലേന്ന് രാത്രി പഠിക്കേണ്ട ദിവസമാണ്. ഞങ്ങളൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ തലേന്ന് രാത്രി ഞങ്ങൾ എല്ലാവരും പള്ളിയിൽ മാതാവിന്റെ ഫ്രണ്ടിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുക, കരഞ്ഞു പ്രാർത്ഥിക്കുക. കാരണം ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. അപ്പൊ സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, പേടിക്കേണ്ട മക്കളെ, മാതാവ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ തൈലവും ഉപ്പും സിസ്റ്റർ ഞങ്ങളുടെ എല്ലാവരുടെയും നെറ്റിയിൽ, തെലുഗൂസിന്റെ ഉൾപ്പെടെ എല്ലാവരുടെയും നെറ്റിയിൽ കുരിശരിച്ചു തരുമായിരുന്നു. ഞങ്ങൾ എന്നിട്ട് അവൻ അവിടെ ചെന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങളുടെ കൂടെയുള്ള എല്ലാ പിള്ളേരോടും പറഞ്ഞത്, ഉപ്പ് ഞങ്ങൾ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു മാതാവിന്റെ. അതിന്റെ കൂടെ തന്നെ മാതാവിന്റെ ലോക്കറ്റ്. ഈ ലോക്കറ്റ് എല്ലാവരുടെ കയ്യിൽ കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഒരൊറ്റ കാര്യം പ്രാർത്ഥിച്ചുള്ളൂ, ഇനി ഞങ്ങൾക്ക് ഇപ്പൊ എഴുതാൻ പോകുന്ന എക്സാമിന് വേണ്ടി വരട്ടെ മാതാവെ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഉപ്പ് കൊടുക്കുമ്പോഴായാലും ഞങ്ങൾ ആദ്യത്തെ ദിവസം ഉപ്പ് കൊടുക്കുമ്പോൾ അവർ ഞങ്ങളോട് ചോദിച്ചു, 2-3 പിള്ളേരൊക്കെ ഞങ്ങളോട് ചോദിച്ചു, ഇതെന്തിനാ ഉപ്പ്, ഇത് നിസാര ഒരു ഉപ്പല്ലേ, ഈ ഉപ്പ് കൊണ്ട് എന്താ അത്ഭുതം നടക്കാനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ കൊടുക്കുമ്പോഴേക്കും പറഞ്ഞത്, ഇത് നിങ്ങൾ എക്സാം ഹാളിൽ കയറി നിങ്ങൾ ഇരിക്കുന്ന സീറ്റിൽ വെറുതെ വെതറിയിട്ട് നിങ്ങൾ പരീക്ഷ എഴുതി കഴിയുമ്പോൾ പേപ്പറിലും ഒരു കുരിശ് വരച്ചാൽ മതി, അത്രയും ചെയ്താൽ മതി, ബാക്കി മാതാവ് നോക്കിക്കോളൂന്ന്. അപ്പം ഉപ്പിന്റെയും കുരിശിന്റെയും യഥാർത്ഥത്തിലുള്ള ആത്മീകമായ പ്രയോജനം എന്താണ് എന്ന് കൃപാസനം ജോസഫിൻ്റെ അടുത്ത് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾക്കൊരു മകനോ മകളോ ഉണ്ട്, അവനോടിരുന്ന് പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കത്തില്ല, അല്ലെ അവളോട് പറഞ്ഞാൽ അവൾ വരുന്ന ഉറക്കമാണ്. എന്നാൽ കുഞ്ഞിന് ഫസ്റ്റ് ക്ലാസ് വേണം താൻ. അങ്ങനെ അർഹിക്കാത്ത മാർക്ക് കിട്ടാനായിട്ട് എന്താണ് മാർഗമെന്ന് തലപുകഞ്ഞിരിക്കുന്ന മാതാപിതാക്കന്മാർക്ക് ഇതാ ഒരു ആശ്വാസം. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിങ്ങളുടെ മകനും നിങ്ങളുടെ മകളും സ്റ്റേറ്റിൽ ഫസ്റ്റ് റാങ്കിൽ പാസ്സാകും. കൃപാസനത്തിൽ പോയി അവിടുത്തെ ഉപ്പ് വാങ്ങി അവൻ മകനോ മകളോ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ കയ്യിൽ കൊടുത്തു വിടുക. അവർ ഇരിക്കുന്ന ആ ബെഞ്ചിൻ്റെയോ കസേരയിലോ ഈ ഉപ്പ് വിതറുക. പിന്നെ കുരിശ് മറക്കരുത്. ആ കുരിശൊന്ന് വരയ്ക്കുക. അത് വരയ്ക്കുമ്പോൾ നമ്മൾ ഉത്തരം എഴുതാൻ പോകുന്ന ആ കടലാസില്ലേ, അത് 4ആയിട്ട് മടക്കി, 4ആയിട്ട് മടക്കുമ്പോൾ ഈ കടലാസിൻ്റെ ഏറ്റവും സെന്റർ നമുക്ക് കിട്ടും. ആ സെന്ററിൽ കുരിശിന്റെ ആ സെന്റർ വരത്തക്കവണ്ണം വരച്ചാൽ പിന്നെ ഒന്നും പേടിക്കാൻ. അപ്പോൾ ഈ ഒരു ആർക്കും പ്രയോജനം ചെയ്യാവുന്ന, ഏവർക്കും പ്രത്യാശ 10 മടങ്ങ് വർദ്ധിപ്പിക്കാൻ പര്യാപ്തമായ ഒരു ആത്മീയ പ്രയോഗമാണ് ഈ നമ്മുടെ അച്ഛൻ ജോസഫ് അച്ഛൻ കൃപാസനത്തിൽ പ്രയോഗിച്ച് പിന്നെ അതിൻ്റെതായ വരുമാനം വർദ്ധിക്കും. അത് യേശുവിനെ പറഞ്ഞിട്ടുണ്ട്, വേല ചെയ്യുന്നവൻ കൂലിക്ക് അർഹനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മിടുക്ക് കാണിക്കുന്നവൻ ആ മിടുക്കിന്റെ ഗുണഫലം പോയി. അതുകൊണ്ട് അച്ഛൻ കോടികൾ ഉണ്ടാക്കുന്നേ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് അച്ഛൻ്റെ മിടുക്കാണ്. ഈ ചവിട്ട് നാടകത്തിൽ കയറി ഇത്രമാത്രം പ്രാവീണ്യം പ്രാപിച്ച ഒരു മനുഷ്യൻ. ഉപ്പിന്റെ യഥാർത്ഥത്തിലുള്ള പ്രയോഗം എന്താണെന്ന് ക്രിസ്ത്യൻ ചരിത്രം 2000 വർഷത്തെ ചരിത്രത്തിൽ, അതായത് ഉപ്പ് കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ
ആളുകൾക്ക് എത്രമാത്രം ഔന്നത്യം പ്രാപിക്കാം, എത്രമാത്രം ലാഭം കരസ്ഥമാക്കാമെന്ന് ക്രിസ്തുമതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തിരിച്ചറിഞ്ഞ, ഒരുപക്ഷെ ഇദ്ദേഹത്തെ ക്രിസ്തുമതത്തിന്റെ ഓൾബർട്ട് ഐൻസ്റ്റൈനായിട്ട് നമ്മൾ കാണുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങളിൽ അനിതര സാധാരണമായ അത്ഭുത സാധ്യതകൾ അടങ്ങിയിരിക്കുന്നുവെന്ന് കണ്ടുപിടിക്കുന്ന ഒരു മനുഷ്യന് നൊബേൽ പ്രൈസ് ഫോർ റിലിജിയൻ എന്നൊരു കാറ്റഗറിയിൽ അല്ല, ഇദ്ദേഹത്തിന് അത് കിട്ടേണ്ടത് തന്നെയാണ് എന്നെൻ്റെ അഭിപ്രായം. നാം തുച്ഛമായിട്ട് ഒരു സ്പൂണിലെടുത്ത് ഉപ്പ് വെക്കുന്നു, എന്നാൽ ആ ഉപ്പ് നമ്മൾ ഇരിക്കുന്നിടത്തൊന്ന് വെതറി അതിൻ്റെ മുകളിൽ കയറി കുറച്ചു നേരം ഇരുന്നാൽ, അത് അധികം വസ്ത്രം ഇട്ടുകൊണ്ടിരുന്നാൽ ഉപ്പുമായുള്ള ശാരീരിക ബന്ധം കുറച്ച് അതിൻ്റെ വീര്യം നഷ്ടപ്പെടുത്താതെ നിങ്ങൾ, പക്ഷേ പരീക്ഷ എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങൾ തുണി ഇട്ടുകൊണ്ടാണല്ലോ പോകേണ്ടത്, അതുകൊണ്ട് അവർക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷെ നിങ്ങൾക്ക് വലിയ വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കണമെങ്കിൽ കൃപാസനത്തിൽ പോയി അവിടെ മാതാവ് നൽകുന്ന ഉപ്പ് ഒരു കിലോ 2 കിലോ വാങ്ങിച്ചു കൊണ്ടുവരിക. അത് നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിലിട്ട് അതിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ എന്ത് പ്രത്യാശിച്ചാലും മാതാവ് അത് നിങ്ങൾക്ക് സാധിച്ചു തരും എന്ന വലിയ വലിയ പ്രത്യാശയ്ക്ക് വാതിൽ തുറക്കുന്ന ഈ ഒരു ആത്മീയ സംരംഭത്തെ സഹർഷം സ്വാഗതം ചെയ്യുക നമ്മുടെ കടമയാണ്. അപ്പോൾ അങ്ങനെ ഉപ്പ്, പിന്നെ കൃപാസനത്തിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കേണ്ട മറ്റൊരു ചെറിയ സാധനമാണ് തേന്. അപ്പൊ തേൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ കൃപാസനത്തിൽ നിന്നുള്ള മറുപടി, പാലും തേനും ഒഴുകുന്ന ഒരു രാജ്യത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും എന്ന് വേദപുസ്തകത്തിലെ പറഞ്ഞിരിക്കും. അതുപോലെ സപ്പോസ് ഈ ജോസഫ് പാതിരി എഴുതിയ പുസ്തകമല്ലല്ലോ, അദ്ദേഹം ജനിക്കുന്നതിന് എത്രയോ മുമ്പ് എഴുതിയതാണ്. അപ്പോൾ പാല് തരാത്തതിൻ്റെ കാര്യം, പാല് വെച്ചുകൊണ്ടിരുന്നാൽ കേടായിപ്പോ. തേനാണെങ്കിൽ കുപ്പി വെച്ച് അവിടെ ഇരുന്നോളൂ. അപ്പോൾ മാതാവിനെ കൊണ്ട് എപ്പോഴും പാല് കോരിക്കാതെ തേൻ ആണെങ്കിൽ മാതാവിന് കുറച്ചുകൂടെ സൗകര്യമാണ്. അതുകൊണ്ട് മാത്രം മാതാവിനോടുള്ള കരുണ കൊണ്ടും കരുതൽ കൊണ്ടുമാണ്. അപ്പോൾ ഇതാ തേൻ കൊണ്ടുപോയാൽ നിങ്ങൾ പാലും തേനും ഒഴുകുന്ന രാജ്യത്ത് വസിക്കുന്നതിനേക്കാൾ മഹത്തരമായ ഒരവസ്ഥയിൽ മരിക്കുന്നത് വരെ നിങ്ങൾക്ക് ആയിത്തീരാൻ സാധിക്കും. ഇങ്ങനെയുള്ള വേദശാസ്ത്രപരമായ ഒരിക്കലും പതറിപ്പോകാത്ത അടിത്തറയിലാണ് ജോസഫ് അച്ഛൻ തൻ്റെ ഈ എന്താണ് പറയുന്നത് അന്ധവിശ്വാസത്തിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ജോസഫ് അച്ഛനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ജനത്തിന് വേണ്ടത് അന്ധവിശ്വാസമാണ്. വിശ്വാസം കൊണ്ട് മനുഷ്യർക്ക് ഒരു പ്രയോജനമില്ല. നമ്മൾ വിശ്വാസികളാണെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നാം പറയേണ്ടത് നമ്മൾ അന്ധവിശ്വാസികളാണ്. മനുഷ്യർ എപ്പോഴും ആശ്രയിക്കുന്നത് അന്ധവിശ്വാസത്തിലാണ്. മനുഷ്യർക്ക് വിശ്വാസമില്ലെങ്കിൽ ജീവിക്കാം, അന്ധവിശ്വാസമില്ലെങ്കിൽ ഒരു ദിവസം പോലും ജീവിക്കാൻ സാധ്യമല്ല എന്ന് വിളിച്ചു പറഞ്ഞത് യൂറോപ്പിലെ വളരെ തലയെടുപ്പുള്ള ഒരു ദാർശനികനായിരുന്ന ആർതർ ഷോപ്പനോവറാണ്. മാൻ ക്യാൻ ലിവ് വിത്തൗട്ട് ഫെയ്ത്ത് ബട്ട് ഹി കനോട്ട് ലിവ് വിത്തൗട്ട് സൂപ്പർസ്റ്റിഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെങ്കിൽ റിലിജിയൻ എ ഡയലോഗ് എന്ന പുസ്തകം വായിച്ചാൽ മനസ്സിലാക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങളെ ഏറ്റവും സാമർഥ്യത്തോടുകൂടെ മനസ്സിലാക്കുകയും അതിനൊരിക്കലും ഒരു മുടക്കം വരാത്ത വിധത്തിൽ അതിന് തക്കതായ കരുക്കൾ ഒരുക്കി കേരളത്തിലെ എല്ലാ വിശ്വാസികൾക്കും എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസികൾക്കും ഒരു പ്രത്യാശയുടെ ആധാരമായി ബലിഷ്ഠമായ കാലിൽ ഉറച്ചു നിന്നുകൊണ്ട് എല്ലാ പ്രതികൂലങ്ങളെയും അവഗണിച്ച്, പ്രതികൂലങ്ങൾ ഇങ്ങനെ വരുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തടി തപ്പുക എന്നൊക്കെ വണ്ണം അദ്ദേഹത്തിന് മിടുക്കുണ്ട്, കഴിവുണ്ട്. അങ്ങനെ കഴിവുള്ളവൻ വിജയിക്കുന്നതിൽ അത്ഭുതമില്ല, അസൂയപ്പെട്ടിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഐറ്റുവക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എത്ര കിടന്ന് ചലച്ചാലും, നിങ്ങൾ എന്തെല്ലാം വീഡിയോകൾ ഉണ്ടാക്കിയാലും, നിങ്ങൾ ഏതെല്ലാം ന്യായവും തത്വവും ഒക്കെ അവതരിപ്പിച്ചാലും ആളുകൾ ജോസഫ് അച്ഛൻ്റെ കാലയിൽ വെച്ചിരിക്കുന്ന പിടിവിടുകയില്ല. അവരുടെ ഏക പ്രത്യാശ ജോസഫ് അച്ഛനാണ്. കാരണം യേശു ആരാണെന്നോ യേശുവിൻ്റെ മാർഗം എന്താണെന്നോ ആരും ഈ ജനത്തിന് നാളെ വരെ പറഞ്ഞു കൊടുത്തിട്ടില്ല.
അവരുടെ ഏക അറിവ് ക്രിസ്ത്യൻ മതം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ കൂടെ പറഞ്ഞു കേട്ടിട്ടുള്ള ഏതോ കഥകളൊക്കെയാണ്. പിന്നെ ഈ ക്രിസ്തു മതത്തിന്റെ ഏക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അർഹിക്കാത്ത അനുഗ്രഹങ്ങൾ ഒരു ശരീരം അനങ്ങാതെ ഒരു പ്രയാസവുമില്ലാതെ അളവറ്റ അനുഗ്രഹങ്ങൾ നേട്ടങ്ങൾ നേടിയെടുക്കാനുള്ള മാർഗമാണ്, അനുഗ്രഹങ്ങളുടെ ഒരു വലിയ കമ്പോളമാണ് ക്രിസ്തുമതം എന്നാണ് ജനം ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് ക്രിസ്തുമതം അനുഗ്രഹത്തിന്റെ ഉറവിടമാണെന്ന് പഠിപ്പിക്കുന്ന പള്ളിയിലെ മെത്രാന്റെ അടുത്തോ ചെന്നാൽ അവര് തലയിൽ മുണ്ടിട്ടുകൊണ്ട് അവർ ഓടി രക്ഷപ്പെടും. പിന്നെ ആ സ്ഥാനത്ത് പിടിച്ചു നിൽക്കാൻ കഴിവുള്ള ഏക വ്യക്തിയാണ് ജോസഫ് അച്ഛൻ. അതുകൊണ്ട് കത്തോലിക്ക സഭയ്ക്കും ഇദ്ദേഹം ഒരു അത്താണി തന്നെ. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ആദരിക്കുന്നു, അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന് എൻ്റെ വക നൊബേൽ പ്രൈസ് ഫോർ സൂപ്പർസ്റ്റിഷൻ കൊടുത്ത് ഞാൻ അദ്ദേഹത്തെ മാനിക്കുകയാണ്. അപ്പോൾ അന്ധവിശ്വാസത്തിൽ നിന്ന് മനുഷ്യനെ മുൻപോട്ട് പോകുവാൻ ക്രിസ്തുവാകുന്ന വെളിച്ചമാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ അവർക്കെതിരെ ആളുകൾ പല്ലുഞെരിക്കുന്നത് സ്വാഭാവികമാണ്. കാരണം ആളുകൾക്ക് താല്പര്യം അന്ധവിശ്വാസവും അതിൽ കൂടെ പെട്ടെന്ന് പ്രാപിക്കാവുന്ന ഈ അർഹിക്കാത്ത അനുഗ്രഹങ്ങളുമാണ്. പിന്നെ കേരളത്തിലൊരു മുഖ്യമന്ത്രിയുണ്ട്. അദ്ദേഹം 3 വർഷങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ചു, അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചെറുക്കുവാൻ തക്ക നിയമനിർമ്മാണം ഞാൻ കേരളത്തിൽ നടത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ അദ്ദേഹം കണ്ടം വഴി ഓടുന്നു. ഹൈക്കോടതി ചോദിച്ചു, നിങ്ങളെന്താ നിയമം ഉണ്ടാക്കാത്ത? അപ്പോൾ ഞങ്ങൾക്ക് അതിന് താല്പര്യമില്ല. കാരണം അദ്ദേഹത്തിന് ഞാൻ അന്ന് ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്, ഈ പറയുന്നതല്ലാതെ ഈ ഒരു കാര്യത്തിൽ നിയമനിർമ്മാണം നടത്താൻ ഒരു ചുവട് വെക്കാൻ പിണറായി അല്ല ആർക്കും ധൈര്യം വരികയില്ല. കാരണം രാഷ്ട്രീയമാണെങ്കിലും മതമാണെങ്കിലും നിൽക്കുന്ന അന്ധവിശ്വാസമാണ്. ഇപ്പോൾ ഒരു 8-9 വർഷങ്ങൾക്ക് മുൻപ് ഇലക്ഷൻ നടക്കുമ്പോൾ ഇടതുപക്ഷം പറഞ്ഞു, ഇടത് വരും, എല്ലാം ശരിയാണ്. അതുപോലെ വിശ്വസിച്ച ആളുകൾ വിശ്വാസികളാണോ അന്ധവിശ്വാസികളാണ്? ജനാധിപത്യ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഭരിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന രീതിയാണ്. അത് വിശ്വസിക്കുന്ന ആള് വിശ്വാസിയാണോ അന്ധവിശ്വാസിയാണോ? നിങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ മേഖലയിലും നിൽക്കുന്നത് അന്ധവിശ്വാസം തന്നെയാണ്. നമ്മളൊന്നും അറിഞ്ഞിട്ടല്ല ഏതെങ്കിലും കാര്യം വിശ്വസിക്കുന്നത്. പിന്നെ അറിയാവുന്ന ഒരു കാര്യത്തിൽ നാം വിശ്വാസം വെക്കാറുമില്ല. ഇപ്പൊ നമ്മുടെ അപ്പനും അമ്മയും നല്ലവരാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. അതുപോലെ അധ്വാനിച്ചാൽ അതിന്റെ ഫലമുണ്ടാകും എന്ന് പറഞ്ഞാൽ ആർക്കും അതിന് താല്പര്യമൊന്നുമില്ല. തലച്ചോറ് ദൈവം തന്നിട്ടുള്ള ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ അതെ പണിയൊന്നുമില്ല എന്ന് പറയും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കേരളത്തിലെ ക്രിസ്ത്യാനിക്കും അതുപോലെ ക്രിസ്ത്യാനിയുടെ സ്വാധീനത്തിൽപ്പെടുന്ന പാവപ്പെട്ട അക്രസോര സഹോദരി സഹോദരന്മാർക്കുള്ള ഏക അത്താണി ഈ ജോസഫ് അച്ഛനാണ്. ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാനായിട്ട് താല്പര്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ കൃപാസനം വരെ പോയി അവിടെ ചെന്ന് മാതാവിനെ കണ്ട് അപ്പുറത്ത് മറികടന്ന് മാതാവിൻ്റെ അനുവാദത്തോടുകൂടെ ഈ ജോസഫ് അച്ഛൻ്റെ സവിധെ എത്തുവാൻ ഈ ഉള്ളവന് കഴിവില്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ശക്തി പ്രകടനം ഇപ്പോൾ അമേരിക്കയിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഷിക്കാഗോയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വരവിനെ പ്രമാണിച്ച് അമേരിക്കയുടെ കാലാവസ്ഥ മുഴുവനും വ്യതിയാനം വരികയും അദ്ദേഹത്തെ സ്വീകരിക്കാനായി അമേരിക്കയുടെ പ്രകൃതി ഒരു മഴവില്ല് വിരിക്കുകയും ചെയ്തു എന്ന ഒരു വലിയ വാർത്തയുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം അമേരിക്കയോടെ പിടിച്ചോണ്ട് മടങ്ങി വരികയുള്ളൂ. ഇപ്പൊ ട്രംപ് പറഞ്ഞു കാനഡ അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റ് ആകണം എന്ന് പറഞ്ഞതിന് സമാനമായി അതിനപ്പുറത്ത് കടന്ന് അമേരിക്കൻ ഐക്യനാടുകൾ കേരളത്തിൻ്റെ ഒരു ഭാഗമായി തീരത്തക്കവണ്ണമുള്ള ഒരു വലിയ ഒരു കോൺക്വസ്റ്റ് നടത്തിയിട്ട് അദ്ദേഹം മടങ്ങി വരും. മഴവില്ല് കൊണ്ട് എന്താണ് സാധിക്കാൻ? അപ്പോൾ അങ്ങനെ അദ്ദേഹം ഷിക്കാഗോയിൽ മഴവില്ല് വിരിച്ച് അവിടുത്തെ വിശ്വാസികളെ അമ്പരപ്പിച്ച് അതിൻ്റെ തക്കതായ ഡോളർ കൊയ്ത്തും കൊണ്ട് അദ്ദേഹം ഉടനെ മടങ്ങി വരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വരവിനായി നമുക്ക് ആലപ്പുഴയിലേക്ക് കണ്ണ് നട്ട് കാത്തിരിക്കാം. ആരും കണ്ണിൽ എണ്ണയൊഴിക്കരുത്. കാരണം ഒഴിച്ചാൽ തന്നെ ജോസഫ് അച്ഛൻ്റെ കൃപാസന മാതാവ് അവിടെ നിങ്ങൾ ഉടമ്പടിയൊക്കെ ചെയ്തിട്ട് അവിടുന്ന് തരുന്ന
എണ്ണയല്ല ഒഴിക്കേണ്ടത് നിങ്ങളുടെ കണ്ണിൽ, തേനാണ് ഒഴിക്കേണ്ടത്. പിന്നെ തേൻ ഒഴിച്ചുകൊണ്ട് നടന്നില്ലെങ്കിൽ രണ്ട് കണ്ണിലും അല്പം കൃപാസനത്തിലെ ഉപ്പൊന്ന് വിതറിയാൽ നിങ്ങളുടെ കണ്ണ് തെളിഞ്ഞു കിട്ടും, നിങ്ങളുടെ കാര്യവും സാധിച്ചു കിട്ടും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങൾക്ക് വരാമാകുന്ന ഭീമമായ അനുഗ്രഹങ്ങൾ കൈവിട്ടു പോകാതെ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും.